ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു നാടൻ വിഭവമായിട്ടാണ് വന്നേക്കുന്നത്. ഉണങ്ങിയ തേങ്ങ കൊണ്ട് നമുക്ക് ഒരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് വേഗം പോയി വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മുറി ഉണങ്ങിയ തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയും വറ്റൽമുളകുമാണ്. ഈ തേങ്ങയും വറ്റൽമുളകും ഉള്ളിയെല്ലാം കൂടെ ഞാൻ അടുപ്പിൽ കനലിലിട്ടിട്ട് ചുട്ടെടുത്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ അടുപ്പൊക്കെ ഉള്ളവർ എന്തായാലും കനലിലിട്ട് ചുട്ടെടുക്കുക, അതാട്ടോ ടേസ്റ്റ്. ഇനി അതില്ലാത്തവർ എണ്ണയിൽ വറുത്തെടുത്താലും മതി. ഇനി ചെറിയുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് മൂന്നും കഴുകിയെടുത്തു. ഇനി ഒരു മിക്സിയുടെ ജാറിട്ട് നമ്മളെല്ലാം കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു നാടൻ രുചിക്കൂട്ടാണല്ലേ നമ്മുടെ ഈ ചമ്മന്തി. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് ചിലപ്പോൾ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഇങ്ങനത്തെ ചമ്മന്തി ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഒക്കെ ഇങ്ങനത്തെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്നത് വളരെ കുറവായിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം പുളിയും കൂടിയാണ്. പുളിയും കൂടെ ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നമ്മുടെ ചമ്മന്തി റെഡിയാണ്. ഒട്ടും വെള്ളം ചേർക്കാതെ കേട്ടോ ഈ ചമ്മന്തി അരച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇപ്പോൾ നമ്മുടെ കൊപ്ര ചമ്മന്തി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. ഒരു പ്ലേറ്റ് കഞ്ഞി കുടിക്കാൻ നമുക്ക് ഈ ചമ്മന്തി മാത്രം മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൂടെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.